9ാം ക്ലാസ് പട്ടികജാതി വിദ്യാർത്ഥിയെ സ്കൂൾ ഹെഡ്മാസ്റ്റർ ലൈബ്രറി റൂമിൽ അടച്ചിട്ട് മർദ്ദിച്ചതായി പരാതി. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ഏരൂർ നടുകുന്നുപുറം സ്വദേശിയുമായ സുനി എസ് ആണ് ഏരൂർ പോലീസിൽ പരാതി നൽകിയത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ തെറി പറഞ്ഞു എന്നാരോപിച്ചാണ് തന്നെ മുറിയിൽ അടച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചതെന്നും സ്കൂൾ ഹെഡ്മാസ്റ്റർ തന്നെ അടിക്കുകയും ചവിട്ടുകയും ചെയ്യുകയായിരുന്നുവെന്നും രാവിലെ റൂമിൽ പൂട്ടിയിട്ട് തന്നെ ആഹാരം കഴിക്കാൻ പോലും അനുവദിക്കാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നും പരാതിക്കാരനായ സ്കൂൾ വിദ്യാർത്ഥി പറഞ്ഞു. ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് എന്നെ രാവിലെ വന്ന് അച്ഛനെ വിളിച്ചു ഇപ്പം വിടാന്ന് പറഞ്ഞ് വിളിച്ചു പോയിട്ട് എന്നെ റൂമിൽ കയറ്റി ഇഷ്ടം പോലെ ചവിട്ടുകയും നിർത്തിയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ കാര്യം ചെയ്യുമ്പോൾ സാറ് പറയാൻ ഞാൻ പെൺപിള്ളേരെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ആ പേര് പറഞ്ഞ് എന്നെ അടിച്ചത്. എന്നെ തോണി ചവിട്ടൊക്കെ ചവിട്ടി എന്നിട്ട് ചോറിനാൻ പോലും എന്നെ വിട്ടില്ല. എന്നിട്ട് എന്നെ അവിടെ എടുത്തിട്ട് സ്കൂളിൽ പോലീസുകാർ വന്ന് പറഞ്ഞ് നാളെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പറഞ്ഞ് നിന്നടുത്ത് നിൽക്കാൻ ഞാൻ എന്നെ അടിച്ചെടുത്ത് ഞാൻ പോയി നിന്നത്. സാർ വീണ്ടും വന്ന് ആ കഥ അടച്ചിട്ട് എന്നെ വീണ്ടും ഇഷ്ടം പോലെ അടിച്ചു കൊടുത്തു. വൈകുന്നേരം വീട്ടിലെത്തിയ മകൻ ഉച്ചഭക്ഷണം പോലും കഴിക്കാത്ത നിലയിൽ മർദ്ദനമേറ്റ് ക്ഷീണിതനായി കണ്ടതിനെ തുടർന്ന് കാര്യം തിരക്കിയപ്പോഴാണ് കുട്ടി വിവരം പറഞ്ഞതെന്നും ഇതേ തുടർന്ന് അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. രാവിലെ സ്കൂളിൽ വന്നിട്ട് പിന്നെ സമയങ്ങളും കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കാത്തു നിന്ന് വണ്ടി വരുന്നിടത്ത് വന്ന് നോക്കിയിട്ടും കണ്ടില്ല. ആ വണ്ടി അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചപ്പോഴാണ് എൻ്റെ മോൻ പറയുന്നത്, അമ്മ എന്നെ സ്കൂളിൽ നിന്ന് എച്ചമ്മ വിളിച്ച് ഏതോ 2 പെൺപിള്ളേരെ പ്രശ്നമെന്നും പറഞ്ഞ് എന്നെ മുറിക്കകത്തിട്ട് അടച്ച് അടിക്കുകയും ഇടിക്കുകയും ചവിട്ടിയൊക്കെ ചെയ്ത അമ്മ അച്ഛനും എളുപ്പം വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ രംഗം ഇങ്ങനെ കിടക്കുന്ന കണ്ടത്. രാത്രി ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ അവർ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ നാളെ ഈ പരാതി എഴുതി മാറ്റിയും വെച്ച് നിങ്ങൾ ആശുപത്രി വന്നാൽ നമുക്ക് അതിന് വേണ്ടത് എന്തോന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം പോലും എൻ്റെ കുഞ്ഞ് കഴിച്ചില്ലല്ലേ. സാറിനും ഇല്ലയോ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇല്ലേ സാർ? ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സാർ എന്തുകൊണ്ട് ഞങ്ങളെ ഒന്ന് വിളിച്ചറിയിപ്പിച്ചില്ല? മുറിക്കകത്തിട്ട് അടച്ചിട്ട് ഒരു സാറ് ഉച്ചയ്ക്ക് ചോറുണ്ടല്ലേ. എല്ലാ സാറുമാരും കൊച്ചുങ്ങളും ഉണ്ട്, എന്റെ കുഞ്ഞും ഉണ്ടല്ലോ ചോറ്. നിർധന പട്ടികജാതി കുടുംബത്തിൽ പിറന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ച ഹെഡ്മാസ്റ്ററിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ സ്കൂൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. എന്നാൽ സംഭവം സത്യവിരുദ്ധമാണെന്നും ഹെഡ്മാസ്റ്റർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടില്ലെന്നും അധ്യാപകർ പറയുന്നു. 10 മണി തൊട്ട് വൈകിട്ട് സ്കൂൾ വിടുന്നവരെ ഞാൻ ഈ ലൈബ്രറി ഹോളിലാണ് ഇരുന്നത്. അപ്പം അതിനിടയ്ക്ക് സുനി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അവനെ ആരെങ്കിലും അതിനകത്ത് കയറി എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയോ മർദ്ദിക്കുകയോ ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. സാറ് പയ്യനെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ സിസ്റ്ററും ഞാനും എല്ലാവരും ഇവിടെ ഉണ്ട്. കുട്ടികൾ ഹെൽത്ത് റെക്കോർഡ് ഫില്ല് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സാർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരട്ടെ, എന്താ കാര്യം എന്നോട് ചോദിച്ചു. എന്നോട് അവിടെ നിന്നോളാൻ പറഞ്ഞു. ഏരൂർ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മർദ്ദനമേറ്റ വിദ്യാർത്ഥി അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏരൂർ ഗവൺമെന്റ് HSS ഹെഡ്മാസ്റ്റർ ജോയി KS ജോസിനെ പോലീസും മാധ്യമപ്രവർത്തകരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരിക്കുവാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.